നോട്ട് നിരോധനത്തിന് ശേഷം റിസർവ് ബാങ്ക് പുറത്തിറക്കിയ നോട്ടാണ് 2000 രൂപയുടെ നോട്ട്. അതുവരെ ലഭ്യമായിരുന്ന 1000 രൂപയുടെയും 500 രൂപ കറൻസി നോട്ടുകൾ പിൻവലിച്ച ശേഷമായിരുന്നു 2000ന്റെ വരവ്. പിന്നീട് പുതിയ 500 രൂപ, 200 രൂപ, 100 രൂപ, 50, 20, 10 രൂപ നോട്ടുകളെല്ലാം തന്നെ വിപണിയിൽ നിറഞ്ഞു. അധികം വൈകിയില്ല 2000 നോട്ട് RBI വിപണിയിൽ നിന്നും പിൻവലിക്കുകയും ചെയ്തു. 2023 മെയ് 19-നാണ് 2000 രൂപയുടെ നോട്ട് പിൻവലിക്കാൻ RBI തീരുമാനിച്ചത്. നോട്ട് കൈവശമുള്ളവർ ഏതെങ്കിലും ബാങ്കുകളിൽ സമർപ്പിച്ചാൽ മാറ്റിക്കൊടുക്കുകയായിരുന്നു ചെയ്തത്. വലിയ തോതിൽ നോട്ട് കൊണ്ടുവരുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരവ് വയ്ക്കുകയും ചെയ്തു. ഇതുവഴി 98% തിരിച്ചെത്തി. എന്നാൽ ഇപ്പോഴും 6000-ലധികം കോടിയുടെ 2000 രൂപ നോട്ടുകൾ തിരിച്ചെത്താനുണ്ട് എന്നാണ് റിസർവ് ബാങ്ക് വ്യക്തമാക്കുന്നത്. 3.56 ലക്ഷം കോടി രൂപയുടെ 2000 നോട്ടായിരുന്നു ഇറക്കിയിട്ടുള്ളത്. പിൻവലിക്കൽ പ്രഖ്യാപിച്ചതോടെ വൻതോതിൽ പണം തിരിച്ചെത്തി. 2025 മെയ് 31-ലെ കണക്കുകൾ പ്രകാരം ഇനി തിരിച്ചെത്താനുള്ള 6181 കോടി രൂപയുടെ 2000 നോട്ടുകളുണ്ട്. അതായത് ഇത്രയും 2000 നോട്ടുകൾ വിപണിയിലുണ്ട് എന്നതാണ് അർത്ഥം. ഇവ തിരിച്ചു കൊടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പണമാക്കി മാറ്റാൻ പറ്റും. 2000 രൂപയുടെ നോട്ട് നിരോധിച്ചിട്ടില്ല, വിപണിയിൽ നിന്നും പിൻവലിക്കുകയാണ് ചെയ്തത്. എങ്കിലും അവ ഉപയോഗിച്ച് വിപണിയിൽ ഇടപാടുകൾ നടക്കില്ല. ബാങ്കുകളിലെത്തി മാറ്റിയെടുക്കുക മാത്രമാണ് ഇനിയുള്ള പോംവഴി. 2023 ഒക്ടോബർ 7 വരെ എല്ലാ ബാങ്കുകളിലും നോട്ട് മാറ്റിയെടുക്കാമായിരുന്നു. അതിനുശേഷം തിരഞ്ഞെടുത്ത RBI ഓഫീസുകളിൽ മാത്രമാണ് നോട്ട് മാറ്റിക്കൊടുക്കുന്നത്. 2000 രൂപ നോട്ടുകൾക്ക് ഇപ്പോഴും നിയമ പിൻബലമുണ്ട്. റിസർവ് ബാങ്ക് അനുമതി നൽകിയ 19 ഓഫീസുകൾ മാത്രമാണ് ഇനി 2000 രൂപ നോട്ട് സ്വീകരിക്കുക. 2023 ഒക്ടോബർ 9 മുതൽ ഈ ഓഫീസുകൾ 2000 നോട്ട് സ്വീകരിക്കുന്നുണ്ട്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഈ ഓഫീസുകളിൽ പണം നൽകി മാറ്റിയെടുക്കാം. തുക അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും. അല്ലെങ്കിൽ 2000 രൂപ നോട്ടുകൾ പോസ്റ്റ് ഓഫീസ് വഴി RBI നിശ്ചയിച്ച 19 ഏതെങ്കിലും ഓഫീസുകളിലേക്ക് അയക്കാം. തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. സാധാരണ ബാങ്കുകളിലും മറ്റും നിലവിൽ 2000 രൂപയുടെ നോട്ട് ഇപ്പോൾ സ്വീകരിക്കില്ല. കടകളിലും മറ്റും എടുക്കുകയുമില്ല. RBI നിശ്ചയിച്ച 19 ഓഫീസുകളിലേക്ക് അയക്കുക മാത്രമാണ് പരിഹാരം. RBI നിശ്ചയിച്ച 19 ഓഫീസുകളിൽ കേരളത്തിലുള്ളത് തിരുവനന്തപുരത്ത് മാത്രമാണ്. അഹമ്മദാബാദ്, ബംഗളൂർ, ബലാപൂർ, ഭോപ്പാൽ, ഭുവനേശ്വർ, ഛത്തീസ്ഗഡ്, ചെന്നൈ, ഗുവാഹത്തി, ഹൈദരാബാദ്, ജയ്പൂർ, ജമ്മു, കാൺപൂർ, കൊൽക്കത്ത, ലക്നൗ, മുംബൈ, നാഗ്പൂർ, ന്യൂഡൽഹി, പട്ന എന്നിവിടങ്ങളിലാണ് മറ്റ് ഓഫീസുകൾ. നോട്ടുകെട്ടുകളുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരിക എന്നതാണ് റിസർവ് ബാങ്കിന്റെ പുതിയ നയം. പകരം ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുക. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.